കേട്ട് കൊട്ടത്തല്ലേന് പേരൊന്നും എങ്ങനെ ഇല്ലാതിരിക്കുക അതിൻ്റെ തന്നെ കിടക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലിട്ടോ കേട്ടോ. ഞാൻ പിന്നെ ആ കാര്യങ്ങളൊക്കെ അല്ലേ കാലിൽ ട്യൂട്ടക്സ്. എൻ്റെ കൈ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, എൻ്റെ കൈ കാണാൻ നല്ല ചന്താണ് എന്നുള്ളത്. കണ്ട നല്ല നീള വരലായതും കൊണ്ട് തോന്നണം. എല്ലാവരും പറയും കേട്ടോ ബ്രസീലിൻ്റെ കൈയും കാലും കാണാൻ നല്ല ഭംഗിയാണ്. കാരണം എന്താ വെച്ചാൽ കമ്പിയോ എന്റെ കയ്യിൽ എന്ത് കമ്പിട്ട് എന്നോ അങ്ങനത്തെ രസം ഉണ്ടാവും. ഇന്ന് വാങ്ങിട്ട് വരാൻ പറയടിന്നാ. എന്തുമായിട്ട് ജീൻസേ ജീൻസോ അവന്റെ ജീൻസ് ഇട്ട് നോക്കി എന്നിട്ട് പാകണ്ടോ? കെട്ടിയനെക്കാട്ടിലും തടിയാണ് കെട്ടിയോള് പറയോ. സയൻസോ പൊന്നിന്റെ കാലിലിരുന്ന അത് പെണ്ണുങ്ങളാണ്. എന്റെ കുട്ടി ഇവര് AI-യുടെ ഫോട്ടോ എടുത്തോണ്ട് നമ്മളിവിടെ എന്താ ഫംഗ്ഷൻ എടുത്തില്ലേ, ആ ഫോട്ടോ ഇവരല്ല സുകന്യ ജീൻസിന്റെ വേണ്ടൊക്കെ ഇട്ടിട്ടേ ഞാൻ തടി പറഞ്ഞ ഞാൻ ഇടും കേട്ടോ. ഉള്ള കാര്യം പറയാലോ. തേങ്ങ വെള്ളത്തിന് കച്ചറൂടെ പറഞ്ഞ് ചെയ്താലോ അല്ലേ? എന്താ ചെയ്യേ? അതെ അതെ അതെ. പൊന്നൂശേ പൊന്നൂശേ പൊന്നൂസ് തേങ്ങ വെള്ളം വേണം. അച്ഛ കുടിക്കട്ടെ? അച്ഛ കുടിച്ചട്ടെ? എന്നാ കുടിക്കട്ടെ. അത് പൊന്നൂസിന് കൊടുക്കണ്ട കേട്ടോ. എനിക്ക് വേണേ. അപ്പൊ ഇയ്യല്ലേ പറഞ്ഞേ എനക്ക് വേണ്ടാന്ന്. എന്താ പൊന്നോ എനക്ക് വേണ്ടല്ലോ. അതിന് വെള്ളമില്ല. അതാ അതിനെന്താ ചെയ്യാ? നാളെ നമുക്ക് നേരത്തെ നീക്കണ്ടേ പിന്നെ? ഇനെന്താ ചെയ്യാ പൊന്നു? എവിടേക്കും പോവാത്ത കൊണ്ടില്ലേ അങ്ങനെ പോവാനൊന്നും തോന്നണില്ല അല്ലേ? അച്ഛക്ക് വേണ്ട ഒത്തേ അച്ഛൻ വെറുതെ പറഞ്ഞടി. വേണ്ട അച്ഛനെ കുടിച്ചോ. അച്ഛൻ കുട്ടി കുടിച്ചോ? അച്ഛൻ വെറുതെ അറിഞ്ഞല്ലേ. എന്ത് ഇങ്ങനെ ഒരു മൂസട്ടേനെ കിട്ടി വിചാരിക്കാം. അമ്പോ മതിയോ? മതി മതി സമാധാനായില്ലേ ഇപ്പൊ? നീ പൊക്കോ. നമ്മുടെ കൂട്ടാനായിട്ടോ ഒന്ന് ഇതിലാണ് വെച്ചത്. മൺചട്ടിയിൽ വെക്കാൻ നോക്കുമ്പോൾ അത് അവിടെയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് എന്താ അവിടെ ഇങ്ങനെ എന്താ കുമ്പളങ്ങയും ചക്കക്കുരും പാടെ കൂട്ടിയിട്ടുള്ള മോരിക്കൂട്ടാനാണ്. അയ്യോ ഇനി മിച്ചറ് കൊടുക്കണ്ട. ഇന്ന് നല്ല കഴിച്ചിട്ടുണ്ട് മൂപ്പര്. എത്ര കഴിച്ചിട്ടാ? അതാവട്ടെ നാളെ ഇന്നാളെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഞാൻ തന്നെ എത്ര പ്രാവശ്യം എടുത്തു കൊടുത്തു വെച്ചിട്ടാ. നല്ല ഇഷ്ടമായിരുന്നു അത്. ഒമ്പത് മണി എത്തി. 9 മണിക്ക് എത്തി. ഇതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വറുത്ത് കഴിഞ്ഞാൽ ആ ചട്ടിയിൽ ചോറിട്ടിട്ട് അമ്മ പെനച്ചിട്ട് ഇങ്ങനെ തിന്നും. അപ്പം ഞങ്ങളിങ്ങനെ പോയി അടുത്ത് പോയിരിക്കുമ്പോൾ ഓരോ ഉരുള കിട്ടും. ഒന്നോ
നോക്കടി അത് അടുക്കി വെച്ചിട്ട് കഴിക്കണം കണ്ടോ ഈ കണ്ടു പഠിക്കുക കണ്ടോ മധുര മിച്ചറാണതേ മധുര മിച്ചർ വല്യമ്മയ്ക്ക് ഇഷ്ടമാണ് മധുര മിച്ചർ എനിക്ക് ഈ മിച്ചറും എനിക്ക് മധുര മിച്ചർ ഭയങ്കര ഇഷ്ടമാണ് രജിതയുടെ അമ്മ വരുമ്പോൾ ഈ മിച്ചറാ കൊണ്ടുവരിക രജിതയുടെ അമ്മ ഇവിടെ ഉള്ള സമയത്ത് വരുമ്പോൾ എപ്പോഴും കൊണ്ടുവരും ഈ മിച്ചർ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ കൊണ്ടുവരാൻ തുടങ്ങി അമ്മ എരിവുള്ള മിച്ചർ കൊണ്ട് എരിവ് ഇട്ടിട്ട് ഈ നെയ്റ്റി കണ്ടോ അതെന്താ ബേക്കിക്ക് കെട്ടാത്തത് എന്താണ് ഇത് ഫ്രോക്ക് നൈറ്റി നിനക്ക് എന്താ സാധാ നൈറ്റി ആയി ഇത് ഫ്രോക്ക് നൈറ്റിയാണേ നിനക്കെടുത്തത് 2 എന്താ പറയുന്ന നോക്കിയൊക്കെ അങ്ങോട്ട് വായോ ഞാൻ കെട്ടിത്താണിച്ച് തരാം ഇങ്ങനെയാണോ അത് ആ പിന്നെന്താ മറ്റേത് ഇത് ഫ്രോക്ക് നൈറ്റിയാണ് ഇതാ പിന്നെ ഈ വള്ളി ഇന്നപ്പോൾ പറയണ്ടേ ഈ വള്ളി വേണ്ട എനിക്ക് വള്ളി കളയത് ഇത് ഇങ്ങനെ കെട്ടണ്ടതേ ഓ ഇപ്പൊ നിനക്ക് ഞാൻ നൈറ്റി എടുത്തു തന്നതാണ് ഇപ്പൊ വലിയ പ്രശ്നമായത് മനസ്സിലായിട്ടില്ല അതാടി നിന്നോട് സ്നേഹം അത് ചിന്തിക്കണ്ടേ അല്ലമ്മ ചോറ് വേണ്ട പ്രശ്നം തീർന്നില്ലേ ചോറ് കഴിക്കുക ആ കൊട്ടി കളയ ഞാൻ പറയുന്നില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നാളെ 10 മണിയാകുമ്പോൾ പോവുക അമ്മ നല്ല മുരിച്ചോളി അല്ലേ നല്ല ഇങ്ങോട്ട് മുരിയട്ടെ അല്ലേ പൊന്നൂന് ചിക്കൻ ചില്ലി വേണോ അത് കണ്ടു കഴിഞ്ഞാൽ വേണ്ടേ പൊന്നൂസ ഒരു കാര്യം പറയട്ടെ ഇന്ന് പായസം കിട്ടിയില്ലേ ഈക്ക് കൊണ്ടുവന്ന് തന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടീച്ചറോട് പറയോ ഇറ്റ് മതി അവൻ അത് കാണിക്കണ്ട പിടിക്കും നന്നായിട്ടുണ്ടായിരുന്നു നല്ല പായസം ടീച്ചറോട് നല്ല ടേസ്റ്റ് ഉണ്ട് പറയാൻ കേട്ടോ ഇനി തരുമ്പോ തോനെ തരണം പറയാൻ കേട്ടോ കുട്ടികൾക്ക് പായസം ഉണ്ടാക്കിയില്ലേ കടലുണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായില് തേങ്ങാപ്പൂളുണ്ട് ശർക്കര ഉണ്ട് ആ നെയ്യുണ്ടയില് ആ കുട്ടി അത് എങ്ങനെ പാടുക 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത് 5 ഒരു കയ്യിൽ എത്ര വിരലുണ്ട് 5 ഉണ്ടോ 5 കൊടുത്ത് മനസ്സിലാവും ABCD പഠിപ്പിച്ചെന്നോ ടീച്ചർ A പഠിപ്പിച്ചെന്നോ B പഠിപ്പിച്ചെന്നോ C ആപ്പിൾ പഠിപ്പിച്ചെന്നോ പിന്നെ എന്താ പഠിപ്പിച്ചെന്ന് ടീച്ചർ സ്കൂട്ടർ ആ പിന്നെന്താ പഠിപ്പിച്ചെന്ന് കൂട്ടുകാരെന്ന് പഠിപ്പിച്ചെന്നോ പിന്നെ ടീച്ചറില്ലേ പ്രാർത്ഥന ചൊല്ലില്ലേ കുട്ടികൾക്ക് എന്നിട്ട് ഈ എന്താ പറയാ ഗുഡ് മോർണിംഗ് ടീച്ചർ പറയോ അപ്പൊ ടീച്ചർ എന്താ പറയാ താങ്ക് യു പറയോ അപ്പോ അവിടെ പോയിട്ട് ഈ ഉറങ്ങുവോ ഇപ്പൊ ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷെ പോകുമ്പോ 11 മണിയാവുന്നേ ഉള്ളൂ അതുകൊണ്ട് എന്റെ കുട്ടിക്ക് പ്രാർത്ഥന കേൾക്കാൻ പറ്റില്ല ഭൂമിക്ക് 11 മണിയാവും അതാണ് പ്രാർത്ഥന കേട്ടോ ചോദിക്കുമ്പോ മോയപ്പെട്ടിക്ക് ഇങ്ങനെ നോക്കണം എന്ത് ഈ പ്രാർത്ഥന വിചാരിച്ചിട്ടില്ലേ ജനഗണമന മംഗളദായക ജയ ഹേ ആ പാട്ട് പാടോ ഇല്ലേ എന്തിനു പോണ് പായസം വാങ്ങിക്കൊണ്ടുവരാനോ ഉപ്മാ വാങ്ങിക്കൊണ്ടുവരാനോ പഠിക്കട്ടോ എന്റെ കുട്ടി ആവണല്ലേ പായസം നല്ല അടുത്തല്ലേ പഠിക്കും അത് രസം എന്താണെന്നറിയാമോ ഞാൻ പറയേ എന്റെ അടുത്തേ നീ പോയിട്ട് വരുമ്പോഴേ വല്യമ്മയ്ക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് തരണം കേട്ടോന്ന് കുട്ടി ഇവിടെ വന്ന് വേഗം ഇവിടെ നിർത്തി
വെച്ച് കഴിഞ്ഞാലേ ഞാൻ എവിടെ ഇരിക്കുന്നത്, ഞാൻ എവിടെ കിടക്കണ വെച്ചാൽ അത് പാത്രം കൊണ്ട് തരും. അമ്മ എന്നാ എന്നമ്മ അത് ചൂടോടൊക്കെ പായസം കുടിക്കാൻ നല്ല രസമാണ്. സൂചി ഗോതമ്പിൻ്റെ പായസം കേട്ടോ. പായസം അതേന്ന് സൂചി ഗോതമ്പിന് നുറുങ്ങ് ഗോതമ്പ് തന്നെയല്ലേ അമ്മ പറയേ. 1 2 3 4 5 കുരുവികൾ. പോത്തസ്രാവ് എന്താ അങ്ങനെ ആവില്ല. അമ്മ തന്നെ സ്രാവിന് ഓരോ പേരിട്ടൊക്കെ. പോത്തൻ സ്രാവ്, കണ്ണൻ സ്രാവ്. അതിൻ്റെ ഈ മീനിൻ്റെ നമ്മൾ ചെറിയ സ്രാവ് മീനിൻ്റെ തൊലി കളയില്ല കേട്ടോ. ഈ സ്രാവ് മീനിൻ്റെ തൊലി കളഞ്ഞിട്ടില്ലെങ്കിലേ നമ്മൾ പാറപ്പൊടി വായിലിട്ടിട്ട് ഇരുന്ന് എങ്ങനെ ഉണ്ടാവും അല്ലേ. ചിക്കൻ വറുത്ത പോലെ അല്ലേ. ഓരോ പീസ് അങ്ങോട്ട് കിട്ടിയണ്ടല്ലോ വയറെന്നറിയാൻ വേറൊന്നും വേണ്ട. അത് അമ്മയ്ക്ക് അങ്ങനെ നിർത്തിയതല്ലേ. എന്താ മതി 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 മതി. അതാ എന്താ കൈ കൂടെ ആക്കിയിരുന്നു. നന്നായി. മഷി എന്തൊക്കെയാ മഷിയൊക്കെ ആക്കിട്ട് വന്നാലും കൈ. അതാ പൊന്നു വെള്ളക്കുപ്പിയും കൊണ്ട് നടക്കണു. രാവിലെ കഴിക്കാനേ വർക്കൗട്ടിന് പോണവർക്ക് കഴിക്കാനുള്ള മുട്ടയാണ് കേട്ടോ. നാളെ ഞായറാഴ്ചയല്ലേ. നാളെ ഞായറാഴ്ച ഉള്ളല്ലോ. എന്താ നാളെ നമ്മളില്ലേ രാവിലെ ഒരിടത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതിച്ചോറൊക്കെ കെട്ടിയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സ്വസ്ഥമായിട്ട് ഒരിടത്ത് പോയിരുന്ന് കഴിക്കാമല്ലോ അല്ലേ അമ്മ. കടയിൽ നിന്ന് കഴിക്കണേക്കാട്ടിലും നല്ലതല്ലേ കുട്ടികളും അല്ലെങ്കിലും ഇവിടത്തെ ചോറിനെ നല്ലതെന്ന്. വൈകുന്നേരത്ത് തിരിച്ച് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കടയിൽ നിന്ന് കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ചോറും അതാണ്. മോരിക്കൂട്ടാൻ വെച്ചേച്ച് മോരിക്കൂട്ടാനാകുമ്പോൾ എന്താണെന്നറിയോ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് ആവശ്യത്തിന് കൊണ്ടുപോകും ചെയ്യാം. അങ്ങനെ വിചാരിച്ചിട്ട് പണി ഒരുക്കി വെക്കുകയാണ്. നാളെ പേരിയും ചമ്മന്തിയും അച്ചാറും പിന്നെ ഇറച്ചി മീനൊന്നും ഇല്ല കേട്ടോ. ആ തട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വെക്കാം. ആ ചെറിയ തട്ട് വെച്ചല്ലേ എല്ലാം അതും വെക്കാം. ഇനി ചോറ് കൊണ്ടുവരണം. പോയിട്ട് ചോറുണ്ണാൻ ചോറ് കൊണ്ടുവരണ്ടേ. എന്താ അല്ലേ ചീവീടിൻ്റെയൊക്കെ സൗണ്ട് നല്ല കല 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 കലേ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇന്ന് വേഗം പോയി കിടന്നുറങ്ങിക്കോളി. നേരെ വഴിക്കണ്ട ഇല്ലമ്മ. കണ്ടോ പറയുന്നത്. ഇതെന്തിനമ്മ അത് അതവിടെ ഇരുന്നോട്ടെ. വണ്ടിയുടെ മോളിക്കായിട്ട് വണ്ടിയുടെ പെയിന്റ് പോട്ടെ. ചുള്ളി വറകുകള് എന്താ ദോശ ഉണ്ടാക്കാൻ സുഖാണ്. ഇത് ആരോട് എപ്പോ ഫോൺ വിളിച്ചിട്ടോ അവിടെ കടക്കളില്ലേ വന്നിട്ട് തുടയ്ക്കാൻ പറ. എന്റെ കറിവേപ്പും തെയ്യുണ്ട് അവിടെ. അത് ചവിട്ട് കേടുവരുത്തണ്ട. നീ ഇവിടെ കൊണ്ടുവന്ന് വറുകിടാനാ. അമ്മ ഇവിടെ വറുകിടണ്ട അമ്മ അങ്ങോട്ട് ഇട്ട അമ്മ. എന്താ അമ്മ നിങ്ങളിങ്ങനെ. ഞാനിവിടെ എങ്ങനെങ്കിലൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അപ്പം അവിടെ വൃത്തിയേടാക്കുക. കണ്ടോ വെറുതെ ആട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് ഞാനിങ്ങനെ വലിയ വർത്താനം പറയണത്. 4 ആട്ട് കേൾക്കും. പോണതിൻ്റെ മുമ്പേ ഒന്ന് ശരിയാക്കി തരുന്നേലമ്മ. ആട്ടൊന്നുമില്ല നല്ല പടക്കിനേന്ന്. നിങ്ങൾക്ക് അമ്മയുടെ നിന്ന് അടി കൊണ്ടിട്ടുണ്ടോ? എനിക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ടിട്ടുണ്ടല്ലേ അമ്മ. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്?
ഒറ്റ പ്രാവശ്യം അടി ഇട്ടിട്ടുള്ളൂ, കൂടുതലൊന്നും അടി കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ അത് മതിയല്ലോ, ഇവരൊക്കെ കണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭദ്രാളി കളിക്കണ പോലെയാണ്, ഏത് കൂടെ ആ ദേഷ്യം മാറോളം കിട്ടും. പക്ഷെ ഇവരില്ലേ നമ്മളെ തല്ലുള്ളൂ, ഇവർ പേരക്കുട്ടികളെ തല്ലില്ല. ഇവരുടെ ആ പേരക്കുട്ടികളെ നീയേ നോക്കാത്ത കൊണ്ടാണ് പറയും. ഇനിയില്ലേ അതേപോലെ ഇവർക്ക് പേരക്കുട്ടികള് നിങ്ങളെ തല്ല് കൊള്ളണം, എല്ലാരും തല്ല് കൊള്ളണം പേരക്കുട്ടികള്. അങ്ങനല്ല, അതിന് ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ വിരുന്ന് വന്നിട്ട് ഈ കുട്ടികളില്ലേ, ഈ കുട്ടികളൊന്ന് വീട് പൊട്ട് അതയ്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിമാരോടെ പോയിട്ടുണ്ടാവില്ല. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതറിയാം നിങ്ങൾക്ക്? അപ്പൊ ഞാൻ അതിനുള്ളതല്ലേ വീടാതി കൊട്ടാതിരിക്കാൻ. അത് അമ്മയ്ക്ക് അമ്മയുടെ അനുഭവം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അമ്മ പറഞ്ഞു തരികയാണ്. കുട്ടി വീട് എന്തോ ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ വണ്ടിന്ന് അയ്യപ്പന്മാർക്ക് കണ്ടുകൊണ്ടിരിക്കുക കുട്ടിയാണ്. അതില് അമ്മ തട്ടി അമ്മ പോയി കുട്ടീനെ ചാടുകയല്ലേ. കുട്ടിയുടെ ഓർമ്മല്ല, കുട്ടീനെ ഇട്ട് കുട്ടി തോന്നടച്ചൊക്കെ പോകണം. 1.5 വയസ്സായ കുട്ടി തെറ്റിയാണ് മുളച്ചു. വ്യത്യാസക്ക് ഇങ്ങോട്ട് വരും, മാണിമാർക്ക് പോകും വേണം. അവിടെ അമ്മേനെയും പോയിക്കണം അച്ഛനെയും പോയിക്കണം കുട്ടികളെ കഴിക്കും. ഇത് നല്ല മുളച്ച് ചോപ്പ് ആ ചക്കനാണെങ്കിൽ ആ തുണി തുണിങ്ങനെ ചക്കന. എന്റെ ഏട്ടനെ ഗ്ലാമറാണെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. വറുത്തിട്ടാ ഞാൻ വലിയ കുട്ടീനെ കൊണ്ട്. എന്ത് ചന്തായിരുന്നു അത്രയല്ലമ്മ, ഞങ്ങള് 3 പേരും ചെറുപ്പത്തില്. അച്ഛൻ്റെ കണ്ണിൽ ആദ്യം കണ്ടു. എന്താ പറ്റി കുട്ടിക്ക് ചോദിച്ചു. കുട്ടി ചെറുതായിട്ടൊന്ന് പോകുന്നത് അത്തങ്ങോട്ട് കേട്ടിട്ട് ഉള്ളിൽ അമ്മ അങ്ങോട്ട് പറഞ്ഞിട്ട് എനിക്ക് അപ്പ സവാനെ ഇനി പോകുമ്പോഴേ എൻ്റെ കുട്ടികളെ അവിടെ വെച്ചിട്ട് പോയിക്കോ, ഒറ്റയ്ക്ക് വെക്കോ. അനക്ക് നോക്കാൻ വയ്യല്ലോ, എന്നെ ഒന്നും എടുക്കാനോ കൊണ്ടുപോകാനോ നോക്കാനും വയ്യെങ്കിൽ പണി ഒറ്റയ്ക്ക് പോയിക്കോ, കുട്ടീനെ അവിടെ വെച്ചാ പിന്നെ ജമ്മത്തേക്ക് വിളിച്ചു പോകാൻ പാടില്ല. കുട്ടീനെ കൊണ്ടായാൽ കുട്ടി വീണാലോ കുട്ടിയാലോ അതും കൊണ്ട് അതാണ് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ. ഏതൊരമ്മമാരും പെമ്മക്കള് വിരുന്ന് വന്ന അവര് വീട്ടിലേത് അമ്മ ചെക്കന്മാരെ നീ തല്ലിയ അപ്പൊ തുടങ്ങി എന്റെ അടുത്ത് സീറാവില്ല. അത് ശ്രദ്ധിച്ചു. അവര് ചെയ്യാത്ത വീട് പൊട്ട് എന്തായിക്കോട്ടെ ഒരു വിഷയമല്ല. എന്റെ അച്ഛനൊക്കെ അല്ലേ, തൊട്ടാൻ പാടില്ല ഞാൻ അവിടുന്ന്. അച്ഛന് 1 വയസ്സും 8 മാസമായപ്പോഴേക്കും ഞാൻ കിച്ചുട്ടനെ പ്രസവിച്ചു കേട്ടോ. അല്ലേ അമ്മ? 1 വയസ്സ് 7 മാസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ കിച്ചുട്ടനെ പ്രസവിച്ചു. 8 ആവണതിൻ്റെ മുമ്പ് പ്രസവിച്ചു കേട്ടോ. അവൾക്ക് 2 വയസ്സാകുമ്പോഴേക്കൊക്കെ കിച്ചുട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ അച്ചുട്ടി പാലുടിക്കാൻ ആ സമയത്ത് എൻ്റെ അച്ചുട്ടി പാലുടിക്കേണ്ട ഒരു പ്രായമല്ലേ. പക്ഷെ അച്ചുട്ടി ആ വാശിയും ദേഷ്യം മുഴുവൻ കാട്ടിക്കണം അമ്മയുടെ അടുത്താ. അമ്മയുടെ ഇവിടേക്ക് അങ്ങോട്ട് കൊടിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് കാലിട്ട് ഉരുട്ടിയിട്ട് 2 കാലും കൊണ്ട് തേമ്പും, ഇങ്ങനെ ഉരുട്ടും. എന്നിട്ട് ഇങ്ങോട്ട് തുടങ്ങും കരയും. ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ അടുക്കളയൊക്കെ നേരത്തെ എണീച്ച് വരും. അവര് അമ്മേന്റെ കൂടെ എണീച്ച് വരും. അങ്ങോട്ട് തുടങ്ങും, പിന്നെ കുത്തി കടന്ന് തുടങ്ങും. അതോ തണുത്ത പാലാണ് പറഞ്ഞ അവളില്ലേ റോറ്റ ഏറ അത് അച്ചു ഇച്ചു അമ്മു പിന്നെ അപ്പു അച്ചു 4 കുട്ടികള്, 4 3 7 കുട്ടികളായിരുന്നു. 2 പെണ്ണുങ്ങളെ വെച്ച് ഇറക്കണേ റൂമിലേ. അതിന്റെ ഇടയിൽ പാല് ആ കണ്ണു വീണ്ടേന്റെ പാല് ചോദിച്ചു. അതായിരുന്നു അവള്. അച്ചു പക്ഷേ അല്ലേ ഒരു പൊന്നും കുട്ടിയായിരുന്നു കേട്ടോ. പൊന്നും കുട്ടി പറഞ്ഞു എന്തോ ഒരു ചന്തായിരുന്നു അച്ചുകുട്ടീനെ കാണാനെന്ന് അറിയാം. നമ്മുടെ TV-യിലൊക്കെ ഉണ്ടാവില്ലേ കുട്ടി അമൂൽ ബേബി, അതുപോലെയായിരുന്നു. എൻ്റെ അമ്മ ഇവിടേക്ക് ഇങ്ങോട്ട് തുടുക്കരലവ റോസ് കളറിൽ. ആശുപത്രിയിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് എന്താ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ആ ഏട്ടപ്പം ഇല്ല, മരണപ്പെട്ടു. അവർ കുട്ടീനെ കണ്ടിട്ട് അമ്മയും പറഞ്ഞു ഇത് പെൺകുട്ടിയല്ല അത് പൊന്നും കുട്ടിയാണ് പറഞ്ഞു കേട്ടോ. അവർ വന്നിട്ട് പറഞ്ഞു എന്താ യശോദ എഴുതുന്നത് അതാണെങ്കിലും അവള് 3,250 ഉണ്ടായിരുന്നല്ലേ അമ്മ തടി. 3 കിലോൻ്റെ മുകളിലുണ്ട് അവള് തൂക്കം. പക്ഷെ അപ്പം ആൾക്ക് കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷേ കിച്ചോട്ടനൊന്നും ആ വീട്ടിലുണ്ട് തന്നെ അറിഞ്ഞിട്ടില്ല അവൻ ചെറുതാവുമ്പോൾ. കിച്ചുവിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് അതിലുണ്ട് തോന്നുന്നു കേട്ടോ. അച്ചുവിൻ്റെയൊക്കെ ഞാൻ ഇട്ടുതരാം ഒരു പ്രാവശ്യം. കിച്ചൊക്കെ അല്ലേ ഇങ്ങോട്ട് മുടി ഇറങ്ങിയിട്ട് പെൺകുട്ടിയായിരുന്നു. ഏട്ടൻ്റെ കൂട്ടുകാർ കുട്ടീനെ കാണാൻ പോയി വന്നിട്ട് പെൺകുട്ടികളുടെ ഉടുപ്പ് പോയി തന്നു. ഇത് പെൺകുട്ടിയാണ് പറഞ്ഞിട്ട് കിച്ചൂരെ കണ്ടപ്പോൾ ഇത് പെൺകുട്ടിയാണ്, ഇത് ഫ്രസി തന്നെ
ഇതൊരു മാറ്റമില്ല, ഇത് പ്രസന്നെ. എന്താ ആദ്യം വന്നത് വലിയേട്ടനാണ് പറഞ്ഞത്, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇത് പ്രസന്നെ, ഇതൊരു വ്യത്യാസമില്ല. ലാസ്റ്റ് ആരെങ്കിലും ഒരാൾ ചെയ്യും. അന്നൊക്കെ ആ കഥ കൂടെ അയച്ചു കൂട്ടി കൊടുക്കുന്നത് 2 പെണ്ണുങ്ങൾ പെറ്റിടക്കലും വിറകില്ലാതെ റബ്ബത്തോടി കൂടെ പോകണം. അന്ന് വിറക് വാങ്ങാൻ കാശുണ്ടോ? ഒരു സോപ്പും കൂടി നേരെ വാങ്ങാൻ കാശില്ലാത്തൊരു കാലം. അയ്യോ അരി കൊടുക്കാൻ പിന്നെ അരി ഇല്ലായിരുന്നു. നമ്മൾ ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ ദൈവത്തിനെ കണ്ടെക്കുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഈ 2 ഏടത്തിയമ്മയ്ക്ക് ഇരട്ടക്കുട്ടിയോള്, നമുക്ക് അന്നും ഇല്ലായിരുന്നു. മൂത്തേട്ടൻ്റെ അവർക്ക് ഇരട്ടക്കുട്ടിയോള്, അവർ വീട്ടിൽ, ഞാൻ വീട്ടിൽ. അയ്യോ കിണറ്റിലാണ് പറഞ്ഞ വെച്ചാൽ മോട്ടർ ഉണ്ടോ, അത് എൻ്റെ വീട് ഇങ്ങനെയാണ് പറഞ്ഞ വെച്ചാൽ ബാത്റൂം ഇത്ര മുകളില. ഈ ബാത്റൂമിലേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും വെള്ളം കൊണ്ടേ വയ്ക്കണം. അവർക്ക് വിശേഷം അല്ല, മിന്നൊക്കെ ഒരേ പ്രായമാണ്. ഞാൻ ഏടത്തിയമ്മയുടെ അതിൻ്റെ ഇടയിൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടവല് എൻ്റെ അമ്മ അതൊക്കെ കഴിഞ്ഞ് കിട്ടുന്നത് ആലോചിക്കുമ്പോഴല്ലേ നമ്മൾ വിചാരിക്കും ഇപ്പോഴൊക്കെ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. എന്താ അന്നത്തെ അവസ്ഥ ആലോചിക്കുമ്പോഴമ്മ അയ്യോ അല്ല, ഓരോ അവസ്ഥകളില്ലേ നമുക്കിതൊക്കെ നമ്മുടെ മക്കൾക്ക് നാളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കിത് വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ ഓ ഈയോ പറയും. പക്ഷെ അത് അനുഭവിച്ച് പോണ ആൾക്കാർക്കാണ് ശരിക്കും അതിൻ്റെ ഒരു പാഠങ്ങൾ മനസ്സിലാവുള്ളൂ. എൻ്റെ അനിയേട്ടൻ പിന്നെ ഞാൻ അത് പറഞ്ഞില്ലേ, മത്തൻ്റെ ഇല വെച്ചാൽ മത്തൻ്റെ ഇല, എന്താ അല്ലമ്മ കാട്ടുചേനത്തണ്ടാണ് വെച്ചാൽ കാട്ടുചേനത്തണ്ട്, കാട്ടുചേനത്തണ്ട്, മുതിരപ്പുളി, വെള്ളപ്പയർ. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പൂവച്ചല്ലേ ഇറച്ചി ഏത് തരം വേണമെങ്കിലും, പന്നി വേണോ, ബീഫ് വേണോ, കോഴി വേണോ, ആട് വേണോ, എന്ത് വേണമെങ്കിലും ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ വാങ്ങോട്ടോ. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യം ഭയങ്കര മോശമായിരുന്നു. ചില ആൾക്കാർ എന്താ ഈ പാല് കിട്ടാണ്ടാകുമ്പോ കാലുകൊണ്ട് കളി കളിക്കില്ല, അതെങ്ങനെ കളിക്കുക? ഇവിടെ വാ അത് കാണിച്ചിട്ട് പോ. അന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മുടെ അവിടെ എന്താ 28-നൊക്കെ നമ്മൾ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ, വേറെ ആൾക്കാരല്ല. കാരണം വേറെ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മൂനെയൊക്കെ പ്രസവിച്ചിട്ട് 28 ദിവസം അന്ന് ഏടത്തിയമ്മയെന്ന് വെച്ചാൽ മൂത്ത ഏടത്തിയമ്മയുള്ളൂ, രണ്ടാമത്തെ ഏടത്തിയമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അന്ന് അമ്മി, എൻ്റെ വീട്ടിലത്തെ അമ്മി ഇത്ര വലിപ്പമുള്ളൂ. നമുക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. ഇത്ര വലിപ്പമുണ്ട് എൻ്റെ വീട്ടിലെ അമ്മി. ആ അമ്മിയിൽ അരച്ചിട്ട് എൻ്റെ അമ്മ കഷ്ണങ്ങളൊക്കെ നോക്കി കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ കഷ്ണം ഞാനൊക്കെ 28-ൻ്റെ അന്നൊക്കെ കയറി കേട്ടോ, 27-ൻ്റെ അന്ന്. കാരണം നമുക്കൊരു താങ്ങാൻ ഒരാളുണ്ടെങ്കിലല്ലേ നമുക്ക് തളർച്ചുള്ളൂ. അമ്മ അതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇടങ്ങാറല്ലേ. ഞങ്ങളൊക്കെ കുട്ടി ഉറങ്ങിയപ്പോൾ നമ്മളൊക്കെ കഷ്ണം ലാസ്റ്റ് മണ്ണെണ്ണ വിളക്ക് കൊളത്തി വെച്ചിട്ട് നമ്മളൊക്കെ എന്താ കുറച്ചു നേരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി കിടക്കില്ലേ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട്. നമ്മളൊക്കെ എന്താ അതിനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറിപ്പോവും, മടിച്ചിട്ട്. അതൊന്നും പറയണ്ട. എന്നിട്ട് അതൊന്നും പറയണ്ട. അല്ല, എന്നിട്ട് മണ്ണെണ്ണ വിളക്ക് കൊളത്തി വെച്ചിട്ട് അമ്മിയിൽ അരച്ചിട്ട് അന്ന് ഒരു 50 പേരിൻ്റെ അടുത്ത ആൾക്കാരുണ്ടല്ലമ്മ, എല്ലാവരും പാടെ അല്ലേ, അവിടെ അടുത്തുള്ളവരൊക്കെ വിളിച്ചിട്ട് 50 പേര്. കാരണം എന്താ വെച്ചാൽ കറണ്ടില്ല നമ്മുടെ വീട്ടിൽ, ഒരു സൗകര്യമില്ല. എന്നിട്ട് പിറ്റത്തെ ദിവസം അമ്മൂന് 7 മാസം കഴിഞ്ഞിട്ടാണ്, 9 മാസം ഒറ്റം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയേക്കുന്നത്. അന്ന് ആ സംഭവം എനിക്കൊക്കെ ശരിക്ക് അമ്മ എന്താന്ന് മനസ്സിലായേക്കണതില്ലേ ആ ഒരു അവസരത്തിലൊക്കെയാണ്. കാരണം ഒരു പരാതിയും പറയാണ്ട് ഈ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി സദ്യക്ക് വെക്കാൻ ഒരാളെ വിളിച്ചിരുന്നു കേട്ടോ. അത് പറയാതിരിക്കുക നല്ലത്. അത് വായോ പറഞ്ഞിട്ട് അവർ 10:30 കഴിഞ്ഞപ്പോൾ കള്ളം കുടിച്ചിട്ട് പോയിട്ട് ഓരോരുത്തർ കടന്നു. പിന്നെ കുന്തം കൊണ്ട് കുത്തിയാലും ഒരാൾ നിൽക്കണ്ടേ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആൾക്കാർ വരില്ലേ, അത് കഴിഞ്ഞ് കുട്ടിയുടെ കാത് കുത്താൻ പോകണം. അയ്യോ എൻ്റെ ദൈവമേ, ആ സമയത്തൊക്കെ നമ്മൾ എത്രത്തോളം ഒന്നാമത് നമ്മൾ അപ്പോഴും പൈസ ഇല്ലാത്തതൊരു പ്രശ്നം ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ബാധിച്ചേക്കണം. എങ്ങനെയാണെന്നറിയോ, നമുക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് ആളും ഉണ്ടാവില്ല, മനുഷ്യന്മാരും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യും വേണ്ടേ. എത്ര അല്ലേ. അന്നൊക്കെ പിന്നെ അമ്മ പിന്നെ ഈ വീട്ടിലത്തെ പണിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ പണിക്ക് പോയിരുന്നല്ലേ. അമ്മയ്ക്കപ്പോൾ നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത ആൾക്കാരിങ്ങനെ ഓരോന്നിങ്ങനെ കുടുംബക്കാരാണോ ചിലമൊക്കെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും നമ്മളൊക്കെ പെട്ട് കിടക്കുന്ന സമയത്ത്
അല്ലെങ്കിൽ നമുക്കൊരു സമയത്ത് ഒരു ഉപകാരത്തിന് ഇവരാരും നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ. പക്ഷെ എൻ്റെ അമ്മ പറയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്ന്. ഇതെന്താ പറഞ്ഞാൽ ഇത് നമ്മൾ ആരും പറയില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട്, ഞാൻ എൻ്റെ അമ്മൂനോട് പറഞ്ഞു കൊടുക്കും, അച്ഛനോട് പറയും ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടതാണ്, ഇങ്ങനെയൊക്കെ അമ്മ ഓരോ കാര്യത്തിൽ അമ്മമ്മ അനുഭവിക്കുന്ന അമ്മ കണ്ടതാണ്, നിങ്ങൾ ഇങ്ങനെ ആവരുത്, നിങ്ങൾ പഠിച്ച് ജോലി വാങ്ങുന്നൊക്കെ പറയും കേട്ടോ. അല്ല അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മളെല്ലാവരും സ്വർഗത്തിലാണ്. എല്ലാവരും പണ്ട് എല്ലാ അമ്മയും അച്ഛന്മാരും അനുഭവിക്കുന്ന അവസ്ഥയിൽ കൂടെ തന്നെ അല്ലമ്മ. പണിക്ക് ആരാൻ്റെ പണിക്ക് പോകണം, വൈകുന്നേരം വന്നാൽ വേറെയുള്ള പണിയെടുക്കണം, അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം, സുഖത്തിലല്ലേ ഇരിക്കണത്. ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞു വെച്ചാൽ അരി കഴുകുക, അടുപ്പത്തിടുക, അതിലൊരു കൊള്ളി ഇടുക, നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ പറയും എനിക്കത് ഇഷ്ടമല്ല അത് ഇഷ്ടമല്ല. 4 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിലേ ഒന്നും ഇഷ്ടക്കേടുണ്ടാവില്ല, എല്ലാം നമുക്ക് ഇഷ്ടമാവും, എല്ലാം തിന്നും. അത് ആർക്കും അങ്ങനെയുള്ളൊരവസ്ഥകളൊന്നും ഇല്ലാതിരിക്കട്ടെ. എന്തൊക്കെ കുട്ടികളുടെയൊക്കെ ചെറുപ്പകാലങ്ങൾ ഇങ്ങനെ ഓരോ എന്തൊക്കെ ഓർമ്മ വന്ന്. അപ്പോൾ നാളെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നാളെ കാണാം.